സംസ്ഥാനത്ത് ഈ മാസം 19 വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. ജിബിൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, ചൂട് കനക്കുകയാണ്. എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളോട് ഇതിനെ പ്രതിരോധിക്കുവാൻ, മറികടക്കുവാനൊക്കെ നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പും മറ്റും? ഗുഡ് മോർണിംഗ് അമല ആൻഡ് അമൃത. സംസ്ഥാനത്ത് ചൂട് പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ താപനിലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മാസം 19-ാം തീയതി, അതായത് കഴിഞ്ഞ ദിവസം 15 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 2 ജില്ലകൾ ഒഴികെ, അതായത് വയനാട്, ഇടുക്കി ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകളും യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ പാലക്കാടാണ് ഏറ്റവും അധികം താപനില റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഓരോ ജില്ലകളിലും മുൻപുണ്ടായിരുന്നതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ എല്ലാ ജില്ലകളിലും ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ മുൻകരുതലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തെ കാര്യമാണ് എപ്പോഴും എടുത്തു പറയുന്നത്. നമ്മളും മുൻപ് പല സമയങ്ങളിലും ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറം വെയിലിൽ ചെയ്യുന്ന പണികൾ ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ പണി ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇടവിട്ട നേരങ്ങളിൽ കൃത്യമായി തന്നെ വെള്ളം കുടിക്കണമെന്ന് കൂടി അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം വന്ന് തളർന്നു വീഴാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കപ്പെടുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വേനൽ ചൂട് കനക്കുന്ന സമയത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചിരുന്നു. പക്ഷേ ഈ വരുന്ന 3 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ഒരിടത്തും തന്നെ അങ്ങനെ ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വേനൽ മഴ കൂടി ഇല്ലാത്ത സാഹചര്യം വരുന്നതോടെ തന്നെ പലയിടങ്ങളിലും വീണ്ടും താപനില ഉയരാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. നിലവിൽ ഈ 25 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് താപനില രേഖപ്പെടുത്തുകയെന്ന് പറയുന്നത് ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ കുറുവാ ദ്വീപിന് സമീപവും പിന്നീട് വാഗമൺ, മൂന്നാർ മേഖലകളിലുമാണ് 25 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ട് താപനില രേഖപ്പെടുത്തിക്കൊണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ 19-ാം തീയതി വരെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ജിബിൻ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് രേഖപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപയോഗം എത്തിയത്. 6000 മെഗാവാട്ടിലേക്കാണ് വൈദ്യുതി ഉപയോഗം, പ്രതിദിന ഉപയോഗം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടുമ്പോൾ പവർ കട്ട് വരുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തത്. ഇതിന് ഒരു തടയിട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തത്. അതായത് കഴിഞ്ഞ ദിവസമാണ് പ്രതിദിനത്തെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് 6000 മെഗാവാട്ടിലേക്ക് എത്തി. ഇതിൻ്റെ സാഹചര്യത്തിലാണ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതായത് നിലവിൽ കേരളത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. വൈദ്യുതിക്ക് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാങ്ങേണ്ടി വന്നാൽ പോലും നിലവിൽ വൈദ്യുതിയുടെ സബ്ചാർജോ വൈദ്യുതി ചാർജോ ഒന്നും തന്നെ കൂടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി എടുത്തു പറയുന്നത്. കാരണം ഇത് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം സംസ്ഥാനത്ത് ഇപ്രാവശ്യം വേനൽ ചൂട് കനക്കുമെന്നുള്ള കാര്യം മുൻകൂട്ടി തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ പകൽ സമയത്തും രാത്രി സമയത്തും ഒക്കെ തന്നെ ഒരേപോലെ ചൂടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ ഫാനൊന്നും ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം വൈദ്യുതി ഉപയോഗം വരികയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വീടുകളിൽ മാത്രമല്ല, വീടുകളിലും ഓഫീസുകളിലും എല്ലാം ഒരേപോലെ മുഴുവൻ സമയം വൈദ്യുതി ഉപയോഗം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപയോഗം എത്തുകയും ചെയ്തിട്ടുള്ള 6000 മെഗാടണിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെയും അത്രയും വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് വൈദ്യുതി പ്രതിസന്ധി മാത്രമല്ല, എത്രയധികം വൈദ്യുതി ഉപയോഗിക്കുന്നതുകൊണ്ട് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും വൈദ്യുതി ചാർജ് നിലവിൽ കൂട്ടുന്ന ഒരു പരിപാടിയേ ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അമൃത ആൻഡ് അമൽ. ശരി ജിബിൻ, എന്തായാലും ചൂട് കുറയട്ടെ, വൈദ്യുതി നിരക്ക് കൂടാതിരിക്കട്ടെ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.